എന്താ മോനെ എന്തിനാ മോൻ കരയുന്നേ? ആര് വാവേ? ടീച്ചർ. ഏത് കാലിനടിച്ചേ? ഈ കാലിന്. ജിത്തേ ജിത്തേ ഓ ഇതാ കുഞ്ഞനെ ടീച്ചർ അടിച്ചിട്ട് കാല് വേദനയാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് വരുന്നു. എന്താ പ്രശ്നം? എന്തിനാ കരയുന്നേ? എന്റെ കാല് ടീച്ചർ അടിച്ച്. ഏത് കാലില്? ഈ കാലിന്. കുഞ്ഞിന് നടക്കുവാനാകുന്നില്ലല്ലോ. ഇതെന്താ നടക്കാൻ പറ്റാത്ത രീതിയിൽ ഏത് ടീച്ചറാ നിന്നെ അടിച്ചേ? ഇവിടെ ഇരിക്കും. നിർത്ത്, നീ കരച്ചില് നിർത്ത്. എന്തിനാ അടിച്ചേ? എന്താ കാരണം ഇല്ലാണ്ട് ടീച്ചർ അടിക്കൂലല്ലോ. ഇങ്ങനെ ജിത്തിയെ കളിക്കുന്ന കുഞ്ഞനല്ലേ കാല് വേനായിട്ട് കളിക്കുന്നേ. ഓനെ നമുക്ക് എവിടെ കൊണ്ടുപോവാലാ? ഈനാ സ്കൂൾ പറഞ്ഞപ്പിക്കുന്ന ടീച്ചർ ഇങ്ങനെ പിടിച്ച് അടിക്കാൻ വേണ്ടിട്ട് ടീച്ചറെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടേ? അവിടെ നിക്ക്, ഇവനങ്ങനെ ടീച്ചർ അങ്ങനെ ഒരു കാര്യം ഇല്ലാണ്ട് അടിക്കാൻ നിക്കുക. എന്തെന്നാ നീ പറഞ്ഞ സത്യം തന്നെയാ? ഞാൻ ആതിര അച്ഛനെ വിളിച്ചു നോക്കട്ടെ, നേതിക്കിനോട് എന്താ പ്രശ്നം എന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ ഫോണിങ് എടുത്താട്ടെ, എന്തെന്നാ പ്രശ്നം എന്നറിയാലോ. ഞാന് ആതിര അച്ഛനെ വിളിച്ചു നോക്കട്ടെ കേട്ടാ. നേതിക്ക് നീ പറയുന്ന കള്ളത്തരങ്ങാന്നൊക്കെ ഫോണിൽ ഒന്ന് വേഗം വിളിച്ചു കഴിഞ്ഞാൽ ആതിരനെ. ഹലോ ആതിരേച്ചി, ധ്യാനൂസിനെ ഇന്ന് ടീച്ചർ വല്ലാണ്ട് അടിച്ചിട്ട് ഭയങ്കര കാലുവേദനയാന്നും പറഞ്ഞ് കരഞ്ഞിട്ടാ വന്നെ. ഒന്ന് നേതിക്കിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുവാ, എന്തെന്നാ സത്യാന്ന് അറിയാനായിട്ട്. എന്നാ ഓക്കെ, വേഗം വാ. എന്തിനാ ജിത്തേച്ചി വിളിച്ചേന്നറിയാവാ? ധ്യാനൂസിനെ ടീച്ചർ അടിച്ചെന്നാ പറയുന്നെ. ശരിക്കും അടിച്ചിനാ ടീച്ചറ്? കണ്ടിനി? എന്നാ പറ്റിയേ ധ്യാനൂസേ? ഇവൻ പറയുന്ന ടീച്ചർ ഇവനായിട്ട് അടിച്ചു, കാല് ഭയങ്കര വേദന, കാലനക്കിക്കൂടാന്ന്. നല്ലോണം അടിച്ചിനല്ലോ. എന്തിനാ അടിച്ച ടീച്ചറ്? ടീച്ചർക്ക് ഒരു ഫോൺ വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ടില്ല, അതിന് ദേഷ്യം തീർക്കാൻ അടിച്ചേ. ദേഷ്യം തീർത്തതാ കാലുമല? സത്യ പറയുന്നേ? നേതിക്ക് കണ്ടിന ടീച്ചർ അടിക്കുന്നേ? എന്തിനാ അടിച്ചേന്ന് അറിഞ്ഞൂടാ? എടി ഞാൻ വീട്ടിലില്ല, ഞാൻ അജിത എന്റെ വീട്ടിലേക്ക് പോന്നേന് കുറിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിട്ട്. നീ കുറച്ച് കഴിഞ്ഞിട്ട് വരുവാ? എന്നാ ശരി. എന്നാലേ അജിത എന്റെ വീട്ടിൽ നിന്നാ സൗണ്ട് കേൾക്കുന്നേ. എന്നാ ഞാൻ ടീച്ചറെ വിളിക്കട്ടെ. ഇപ്പൊ വിളിക്കുവേ ടീച്ചറാ. എന്നാ ജിത്തിയ ടീച്ചറെ വിളിച്ചു നോക്കി നോക്ക്. വേണടോ, എന്നാ പറ്റിയേ? ആതിര വന്നാ? പ്രീത ഇഞ്ഞി നോക്കുമോളെ, ചെക്കന്റെ കാല് ടീച്ചർ അടിച്ചിട്ട് കണ്ട വേദനയാന്നെന്ന് പറഞ്ഞ് കുഞ്ഞൻ കൊറേ നേരമായി കരയുന്നേ. എന്തിനാ അടിച്ചേ ധ്യാനുസേ? വെറുതെ ടീച്ചർ ഫോൺ വിളിച്ചു, ദേഷ്യം മാറ്റാൻ വേണ്ടി തന്നെ അടിച്ചു. അങ്ങനെ അടിക്കോ ടീച്ചറെ? ധ്യാനം എന്നാ ടീച്ചറെ വിളിക്കട്ടെ. ടീച്ചറെ വിളിക്കണ്ട, ടീച്ചർ വിളിക്കണ്ട. ധ്യാനില്ലേ എല്ലാവർക്കും സിഗരറ്റ് വലിക്കുന്ന കാണിച്ചു കൊടുത്തിന്. അന്നേരം പേപ്പർ ചുരുട്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് ചീത്ത പറഞ്ഞിട്ട് ഒന്നുകൂടി കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ല നടി കുത്തിക്ക്. എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കില്ല. എന്താ ധ്യാനം റെഡിക്ക് പറ. ഞാൻ എല്ലാവർക്കും സിഗരറ്റ് വലിച്ച കാണിച്ചു കൊടുത്തിട്ട് ടീച്ചർ ആദ്യം എന്നാ വഴക്ക് പറഞ്ഞു. രണ്ടാമത്തെ ഞാൻ സിഗരറ്റിന്റെ പേപ്പർ ചുറ്റിട്ട് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, അന്നേരം ടീച്ചറിനെ അടിച്ചു. അതന്നെ പറഞ്ഞേ, വെറുതെ ടീച്ചർ അടിക്കുവാ? കണ്ടാ, നമ്മള് വെറുതെ ടീച്ചറാ പറഞ്ഞേ. ഇവരല്ലേ ഇപ്പം കള്ളത്തരം പറഞ്ഞത്? ഇതേ നമ്മളെല്ലാം പഠിക്കുമ്പോ എത്ര അമ്മ കടി കിട്ടീന് ടീച്ചറെ അടുത്ത്. അന്നേരം നമ്മൾ അമ്മയും അമ്മമ്മയെല്ലാം ചോദിക്കാൻ പോക്കണ്ടേനാ? അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ടീച്ചറെ അടിച്ചതിനും പറഞ്ഞതിനും എല്ലാം കംപ്ലൈന്റും കൊണ്ട് നമ്മള് രക്ഷിതാക്കള് പോവും. അതുകൊണ്ടാ ഇപ്പോഴത്തെ കുട്ടികൾ നന്നാവാത്തതോ. അല്ല ധ്യാനുസേ, അതായിരുന്നു ഇനി സിഗരറ്റ് വലിക്കുന്നത് കണ്ടേ? പപ്പ എന്നെ കൂട്ടി പോയത്ത്, പപ്പ എന്നെ മാറ്റി നിർത്തിയാൽ ഞാൻ ഒളിഞ്ഞു നോക്കിയത്, അപ്പൊ സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടു. കുട്ടികളല്ല ഓല അച്ഛനമ്മമാർ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് ഒരു വളരുന്നത്. അപ്പൊ ഇനി എന്റെ മോനോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ കുഞ്ഞുങ്ങളെ മുമ്പിൽ വെച്ച് ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ലാന്ന്. വെറുതെ ടീച്ചറെയും മാഷയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.